ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഭ്രാന്തെടുത്ത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ നമ്മുടെ അലീനെ എന്ത് ചെയ്യുന്നൊക്കെ നോക്കിയിട്ട്, അപ്പോൾ അലീനയാണെങ്കിൽ അപ്പുറം മാറിപ്പോയി നിന്ന് ദൈവത്തിനോട് ക്ഷമ ചോദിക്കുവാണ്, അല്ലെങ്കിൽ സ്വന്തം അനിയനോട് പൊറുക്കണേ എന്ന് പറയുക. അലീനോട് ഈ കാണിച്ചതിൻ്റെ ആ ഒരു ഇതിൽ ഈ രോഹിത്ത് വീട്ടിൽ നിന്ന് അന്നേരം തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. അലീന അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി പതുക്കെ നേരെ ആൻറ്റിയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ഇവിടെ നിന്ന് എന്തോ വായിക്കുവാണ്. സമയത്ത് അടുത്ത് എന്നിങ്ങനെ നിന്നു. എന്താന്ന് ആൻറ്റി ചോദിച്ചു. അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിച്ചു രേവതിക്കുട്ടി. അപ്പം എന്താ സംശയം? ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞു. അതിന് എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കോനഷ്ട ചോദ്യം കൊണ്ടാണ് നീ വന്നിരിക്കുന്നത്. അപ്പോൾ കോനഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ എന്തിനാ നീ അത് ചോദിക്കാൻ പേടിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല അതെ, അതുണ്ടല്ലോ പിന്നെ അവിടെ ഒരു മുറി അടച്ചിട്ടേക്കുവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ അവർ നോക്കി. അതുമാത്രം തുറന്ന് കണ്ടിട്ടേ ഇല്ല. എന്തിനാ ഇപ്പം അത് നീ അറിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി. നിനക്ക് അതിനകത്ത് കയറണമെന്ന് ചോദിച്ചു. ഗ്രേസം അപ്പം വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ മോൻ്റെ റൂമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും മോൻ്റെയോ എന്ന് രേവതിക്കുട്ടി ചോദിച്ചു. അപ്പം പോയതോടെ ഞങ്ങൾ ഇരുട്ടിലായി പോയെന്ന കാര്യം നമ്മുടെ രസം ഇങ്ങനെ പറയാട്ടോ. എൻ്റെ സമനിലയൊക്കെ തെറ്റിപ്പോയതായിരുന്നേ. അങ്ങനെ കൂളായിട്ട് സംസാരിക്കുക കേട്ടോ, ഉള്ളിൽ സങ്കടം ഒതുക്കി വെച്ച്. അപ്പോൾ ഞാൻ അവൻ്റെ പേര് വിളിച്ച് ഈ വീട്ടിൽ ഓരോ റൂമും കയറി ഇറങ്ങി നടന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആൻറ്റി പറയുക. ഞാൻ വിളിച്ചാൽ അവൻ വരും എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. മാമച്ചായന് എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയതാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, 2 വർഷം മരുന്നും കഴിച്ചു. അങ്ങനെ എന്തൊക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ അടുത്ത് ചെന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മോനെ മനസ്സിൽ കാണാമല്ലോ. ഇവിടെയൊക്കെ അവനുണ്ടായിരുന്നു, എനിക്ക് അവനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാനത് എല്ലാം പെറുക്കി മാറ്റി. എല്ലായിടത്തും അവനിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതെല്ലാം ഇപ്പം ആ റൂമിലാണ്. അത് ഞങ്ങൾ എന്നിട്ട് പൂട്ടിയിട്ടു എന്ന് പറഞ്ഞു. ആ മുറി തുറക്കാനോ അവൻ്റെ ഫോട്ടോയോ സാധനങ്ങളോ ഒന്നും കാണാനും ഉള്ളൊരു ഇത് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയോ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ആൻറ്റിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആൻറ്റിയുടെ അരികിലിരിക്കുക കേട്ടോ. ആ സമയത്ത് രേസമയ്ക്ക് അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്നിട്ട് സോറിയൊക്കെ ചോദിക്കുകയും ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി. ഇതെല്ലാം കഴിഞ്ഞു. മക്കളെല്ലാം കോളേജിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നു. ബാഗൊക്കെ എടുത്ത് ആ ഒരു സോഫയിലേക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടാ നമ്മുടെ കൃഷ്ണജയും അതുപോലെ തന്നെ ബബിതയൊക്കെ നിൽക്കുന്നത്. വന്നു കയറുന്നതും കൃഷ്ണജ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന നോക്കുമ്പോൾ കൃഷ്ണജ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണജയ്ക്ക് ഒരു ചമ്മലും ഒക്കെ. അപ്പോൾ അലീന ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് ചേച്ചി ഒരു സ്പെഷ്യൽ കോഫി സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പഴംപൊരി അടിപൊളി, പോന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ ആടി വരും കേട്ടോ. എടി നീ എന്തിനാടി അവളെ ചേച്ചിന്ന് വിളിച്ചതെന്ന് ചോദിച്ചു. നിന്നോട് അമ്മ പറഞ്ഞിട്ടില്ലേ പേര് വിളിച്ചാൽ മതിയെന്ന്? അപ്പം നമ്മളെക്കാളും പ്രായക്കൂടുതലുള്ള ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു കൃഷ്ണജ. എടി പിന്നെയും ചേച്ചി, സെർവൻസിനെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട. നമ്മളെക്കാളും പ്രായമുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ സെർവൻസിനെ അങ്ങനെ വിളിക്കണ്ടെന്ന്? അങ്ങനെ അതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് വണ്ടിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ബബിത ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ കണ്ടു. ഈ അമ്മ എന്തിനാ ഇത്ര നേരത്തെ വന്നു, ഇനി ഇപ്പോൾ സ്വൈരം തരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കും രോഹിത്ത് ഇറങ്ങി വന്ന് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ബാഗെല്ലാം വലിച്ചെറിഞ്ഞിട്ടേക്കുന്നത് കണ്ടുകൊണ്ട് ഇതെന്താടി ഈ കാണിച്ചിട്ടേക്കുന്നത്, ഇതത് ചന്തയാണെന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടു. വന്ന ഉടനെ ഭാര്യ വലിച്ചിട്ടിട്ട് തിന്നാൻ കയറിയിരിക്കുന്നോടി എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ ഇതമ്മയുടെ സ്ഥിരം ഡയലോഗല്ല, ഇത് മാറ്റി പിടിക്കാൻ പറഞ്ഞു കൃഷ്ണജ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാനങ്ങ് വരാടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്നിട്ട് അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനായിട്ട് റൂമിലേക്ക് പോയി. അമ്മ അന്നേരത്തേനും അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ബാഗൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് വന്നിരുന്നു. ആ സമയത്ത് അലീന കൊണ്ടുവന്നു ചായയും പഴംപൊരിയൊക്കെ. അപ്പം കൃഷ്ണജ ചാടിക്കയറി എടുക്കാൻ നോക്കിയപ്പോൾ മോളെ ചൂടാ, സൂക്ഷിച്ച് കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അലീന. അതെൻ്റെ കോഫിയാണെന്ന് പറഞ്ഞു. ബബിത ഇങ്ങനെ എനിക്ക് എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് ആ കോഫി എടുത്ത് കുടിക്കുന്നു. അതെ, എനിക്കൊരു കോഫി കൊണ്ടുവരാൻ പറഞ്ഞു ബബിതയോട്. അപ്പോൾ എനിക്കൊരു ഓംലേറ്റ് വേണം, ഡബിൾ വേണമെന്ന് പറഞ്ഞു രോഹിത്ത്. അലീന അകത്തേക്ക് കയറി പോയിട്ടോ. ആ സമയം നാളെ സ്കൂളിൽ പോകുന്നത് വരെ അത് അവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചു വൈജ വന്നിട്ട് ബാഗ്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചോളാം, ഈ കോഫി ഒന്ന് കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു നേരത്തേക്കും കൃഷ്ണ. അമ്മയും വന്ന് അവിടെ ഇരുന്നു. അലീന ആ സമയത്ത് അവിടെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവരാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ടെൻഷൻ അടിച്ചിരിക്കാം.
ഈ കോഫി കുടിക്കാതെ അവിടെ പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പം നിനക്ക് കോഫി വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനത് മേടിച്ചു വെച്ചതെന്ന് ചോദിച്ചു ബബിത. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല നിനക്ക് കോഫി ഇഷ്ടമല്ലോ, ചായ അല്ലേ ഇഷ്ടം? എനിക്കിപ്പോൾ അതാ ഇഷ്ടമെന്ന് പറഞ്ഞു രോഹിത്. ഒന്ന് നിർത്ത്, കോഫി ചായ ഉഫ് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണജി അവിടെ ഇരിക്കുക. എന്നിട്ട് ചായ എടുത്തു. വൈജ അവിടെ ഇരിക്കുക. എന്നിട്ട് ചായ എടുത്ത് ബബിതയ്ക്കും കൊടുത്തു, പുള്ളിക്കാരിയും കുടിക്കുന്നു. അപ്പോഴും രോഹിത് ഇങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷനിലിരിക്കുക കേട്ടോ. ആ സമയത്ത് ബബിത ചായ കുടിച്ചിട്ട് അമ്മയെ ഇങ്ങനെ നോക്കുന്നു. അമ്മയും ചായ കുടിച്ച് ഭയങ്കര ഇതിലിരിക്കുന്നു. അപ്പോഴേക്കും പഴംപോളി കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചു, എല്ലാവരും എടുത്തു. അപ്പോൾ എൻ്റെ ഓംലേറ്റോ എന്ന് രോഹിത് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി. പഴംപോളിയൊക്കെ കൂട്ടി ഇവർ നന്നായി ചായയൊക്കെ കുടിക്കുക. ആ സമയത്ത് ഓംലേറ്റ് കൊണ്ടുവന്ന് വെച്ചതും ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക രോഹിത് അലീനയോട്. അങ്ങനെ അവിടെ ചെന്ന് കൈ കഴുകാനായിട്ട് പോണു. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. ഓംലേറ്റ് നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓംലേറ്റിലേക്ക് നോക്കുന്നു. അതിനൊരു കുഴപ്പം ആർക്കും കണ്ടില്ല. ആ സമയത്ത് വൈജ ചോദിച്ചു, എന്നതാടി അവൻ എന്നാത്തിന് എഴുന്നേറ്റ് പോയതെന്ന്? എന്തുവാടാ പ്രശ്നം? എന്തു പറ്റി? അമ്മ ഇത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല, ഇത് ഓംലേറ്റില്ല ഉപ്പിലേറ്റാന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാം. ഉപ്പിലേറ്റോ? കൊള്ളാലോ എന്ന് ബബിത. ഉപ്പിനകത്ത് വിളയിച്ചെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. നിനക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ലേടി എന്ന് ചോദിച്ചു വൈജ. അറിയാം, ഞാൻ ഉപ്പ് ഒട്ടും കൂടുതൽ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കള്ളം പറയുന്നതാണോ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ ആ സാധനം എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇവൻ ആ പ്ലേറ്റ് സഹിതം ഒരു ഒറ്റ തട്ടായിരുന്നു. ആ തട്ടിൽ ചെതറിപ്പോയി പ്ലേറ്റും, അതുപോലെ തന്നെ ഇതെല്ലാം കൂടി തറയിലേക്ക് വീഴുകയും ചെയ്തു. എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ. നീ എന്നെ പണിയാളായി കാണിച്ച ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞു വൈജ. പ്ലേറ്റ് വെറുതെ പറഞ്ഞ് പൊട്ടിച്ചേക്കുന്നു. നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ തിന്നണ്ട, അതൊരു പ്ലേറ്റ് തട്ടിയിട്ട് പൊട്ടിക്കുകയാണ് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ടു. കുറച്ച് കൂടുന്നുണ്ട് നീ എന്നും പറഞ്ഞു. അപ്പോഴേക്കും മകൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി. നിൽക്കടാ അവിടെ എന്നും പറഞ്ഞു അമ്മ പിന്നാലെ എന്നു. നിനക്ക് എന്നാടാ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നാ പറ്റിയിടാ നിനക്ക്? അതിന് ഉപ്പ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞാൽ കൂടുതലാണെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ആരും ഒന്നും പരിശോധിക്കാനൊന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ വായിൽ വെച്ചതൊന്നും അല്ല തിന്നുന്നത്, ഞാൻ എൻ്റെ വായിൽ വെച്ചിട്ടാണ് തിന്നതെന്ന് രോഹിത് ഇങ്ങനെ പറയാം. അപ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലായി ഇവൻ എന്തിൻ്റെ ചുരുക്കാ തീർക്കുന്നതെന്ന്. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. അലീനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. എൻ്റെ പൊന്നെ രക്തരക്ഷസിൻ്റെ കണ്ണുമായിട്ട് അലീനയുടെ നേരെ ചെല്ലുക വൈജ. ഇത് പാവം പേടിച്ച് വിറച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കി എല്ലാം ചെതറി ചെതറി കിടക്കുന്നത് കണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് കളയടി എന്ന് വൈജ അലീനയോട് പറയുമ്പോൾ ഞാനെന്തിനെ എടുത്തുകൊണ്ട് കളയണം? മേഡത്തിൻ്റെ മകനല്ലേ പൊട്ടിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ എടി നീ അവനോട് തർക്കിക്കാൻ നിന്നിട്ടല്ലേ, വെറുതെ അവൻ പറയുമോ ഉപ്പ് കൂടിപ്പോയെന്ന് ചോദിച്ചുകൊണ്ട് അലീനയുടെ നിൽക്കിട്ട് കയറുക. ആ സമയത്ത് നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അലീനയ്ക്ക് കാര്യം അറിയാലോ. ബബിത ഒന്നേരത്തേനും അലീനയെ കുറ്റപ്പെടുത്തുന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ അലീന അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി അതിന് ഉപ്പ് കൂടുതലുണ്ടോ എന്നുള്ളത്. അലീന അതെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഇതിന് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്ന് അലീന അന്നേരം പറയുക വൈജയോട്. കൃഷ്ണമോള് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് വൈജ ഇങ്ങനെ ചൂളി നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ മുത്തശ്ശി നോക്കട്ടെ, വെറുതെ അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് അലീന പറഞ്ഞു. നിലത്തിട്ട സാധനം ഇനി ആരടി തിന്നാൻ പോകുന്നതെന്ന് ചോദിച്ചു വൈജ. എടുത്തുകൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു വൈജ വലിയ ആൾ കളിക്കുക. അപ്പോഴേക്കും അലീന അതെല്ലാം എടുത്തു കളയാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. അലീന അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണ ഇതിനൊരു കുഴപ്പം ഉണ്ടാവില്ലമ്മേ, രോഹിത് നീയായിട്ട് അലീന ചേച്ചിയുടെ ഭയങ്കര കലിപ്പ് അതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി അവളെ ചേച്ചി എന്ന് വിളിക്കരുതെന്നും? എന്നെക്കാളും 8 വയസ്സിന് മൂത്തത് അലീന ചേച്ചി. ഒന്നെങ്കിൽ എൻ്റെ ടീച്ചർ പറഞ്ഞ അനുസരിച്ച് എന്നെക്കാളും പ്രായമുള്ള ചേച്ചിമാരെ ചേച്ചി എന്ന് വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞ അനുസരിച്ച് 22 വയസ്സുള്ള ചേച്ചിമാരെ പേരും വിളിക്കാം, എടി പൊടി എന്നൊക്കെ വിളിക്കാം. എന്താ ഞാൻ വിളിക്കട്ടെ? അമ്മ തീരുമാനിച്ചോളാൻ പറഞ്ഞു കൃഷ്ണ. അടപ്പിച്ചു അമ്മയുടെ. ഇവിടുത്തെ സെർവൻറ്റിനെ അങ്ങനെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ നോട്ടത്തിലെ സെർവൻറ്റ് റെസ്പെക്റ്റുള്ള ഒരുപാട് ഗുഡ് ക്വാളിറ്റീസും ഉള്ള ആളാണെന്നും കൃഷ്ണ നേരം പറഞ്ഞു. ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറോട് ചെന്ന് ചോദിക്കാം, അമ്മ ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നീ ഒരു കുന്തം ചോദിക്കണ്ട, നീ പൊയ്ക്കേന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ പറഞ്ഞു വിടുവാണ് വൈജ. മകൾ അമ്മയുടെ അടപ്പിച്ചു. അമ്മയ്ക്കൊന്നും തിരിച്ച് ചോദിക്കാനോ പറയാനോ ഇല്ല. അങ്ങാടി തോറ്റത്തിന് അമ്മയോടൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടോ. ആ സമയത്ത് ചൂലും ഇതൊക്കെ ആയിട്ട് അലീന വന്നു തൂത്തുവാരി കളയാനായിട്ട്. അപ്പോഴേക്കും ബബിത മോൾ മുകളിലോട്ട് കയറിപ്പോയി. വൈജ ഇതൊക്കെ നോക്കി നിൽക്കുക. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വൈജയ്ക്കും തോന്നി. ചില്ലുകൾ മുഴുവനും പെറുക്കി തൂത്തുവാരി നമ്മുടെ അലീന ഇങ്ങനെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അലീന ഇടയ്ക്കിടയ്ക്ക് രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വൈജ എന്തൊക്കെയോ മനസ്സിലാക്കി അവിടെ നിൽക്കുക. എന്നിട്ട് വൈജ റൂമിലേക്ക് കയറിപ്പോയി. ഈ ഒരു സമയത്ത് രോഹിത്ത് റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അലീന ചായ ആയിട്ട് ചെല്ലുവാണ്. രോഹിത് എന്നും പറഞ്ഞ് വിളിച്ച ലെമൺ ടീ എന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പം നിന്നോടാരാ ഇതും കൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ഞാൻ നിന്നെ വിളിച്ചോന്ന് ചോദിച്ചു. മേഡം പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് തരാനായിട്ട്. മേഡം
അവിടെ അങ്ങനെ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അലീനയോടെ. അലീന അന്നേരം പതുക്കെ റൂമിലേക്ക് കയറി ചെന്നു, അത് റൂമിൽ വെച്ചു. അപ്പോഴും രോഹിത് അവിടെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കാം. ആ ഒരു സമയത്ത് അലീന രോഹിത്തിനോട് രോഹിത് പറഞ്ഞ് വിളിച്ചെടുത്തേക്ക് ചെന്നു. എന്നോട് എന്തിനാ രോഹിത് ഇത്രയും ദേഷ്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അലീന ചോദിക്കുക. യു ഷട്ടപ്പ്, മിണ്ടരുത് എൻ്റെ അടുത്തെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അലീനയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. രോഹിത് എന്നിട്ടും അവിടെ ഏതാണ്ടൊക്കെ തപ്പുക. ദേ, ഞാൻ ഉണ്ടാക്കിയ തന്ന ഓംലേറ്റിന് എന്ത് കുഴപ്പമുണ്ടായിരുന്നതെന്ന് അലീന ചോദിക്കുക. അപ്പോൾ രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയതും പ്ലേറ്റ് പൊട്ടിച്ചതും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും പറഞ്ഞ് രോഹിത് ഒച്ച വയ്ക്കുക. രോഹിത് ഞാൻ പറയുന്നതൊന്നും കേൾക്കും, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ട് അബദ്ധം കാണിക്കരുതെന്നും രോഹിത് നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ അലീന പറയുക. എഞ്ചിനീയറിങ്ങിന് പഠിക്കല്ലേ, നല്ല മെടുക്കാനായിട്ട് പഠിച്ച് നല്ല നിലയിൽ എത്തേണ്ട ആളല്ലേ എന്ന് ചോദിച്ചു. എന്നെ ഉപദേശിക്കാൻ നീ ആരാടി, ഇറങ്ങി പോടി എന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക രോഹിത്. ഗെറ്റ് ഔട്ട്. അങ്ങനെ അലീന ഒരു മോശം പേരും വിളിച്ചു. അലീന അത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ. അലീന എന്നിട്ട് ആ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുക. അങ്ങനെ കരഞ്ഞുകൊണ്ട് അലീന ഇറങ്ങിപ്പോരുമ്പം കാണിച്ച് തോരാടി നിന്നെ ഞാനെന്ന് രോഹിത് അലീനയോട് പറയുന്നു, സ്വന്തം ചേച്ചിയാണെന്ന് തിരിച്ചറിയാതെ. അലീന അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ രോഹിത്തിന് ഭയങ്കര കലിപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീന നമ്മുടെ മുറ്റം തൂക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ ചേച്ചി പത്രവും വായിച്ച് തൊട്ടരികയിൽ നിൽപ്പുണ്ട്. ഗേറ്റൊക്കെ തുറന്നിട്ട് ഇങ്ങനെ അലീന അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിക്കുക നമ്മുടെ വൈജയന്തി. അലീന ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അലീനയുടെ ജോലി അലീന ചെയ്തുകൊണ്ടിരിക്കുക. നിനക്ക് ഇതൊക്കെ കുറെ കൂടി നേരത്തെ ചെയ്താൽ എന്താന്ന് ചോദിച്ചു. ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്നതാ, എന്നിട്ടാ ഇപ്പോഴെങ്കിലും സമയം കിട്ടിയെന്ന് പറഞ്ഞു. ആ കുഞ്ഞുമോൾ എത്രയും പെട്ടെന്ന് എല്ലാ പണിയും തീർക്കുമായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞുമോളി ചേച്ചി ചെയ്യുന്നത് പോലെ മതിയോന്ന് ചോദിച്ചു അലീന. അങ്ങനെയാണെങ്കിൽ ഞാൻ 6 മണിക്ക് മുന്നേ തന്നെ മുറ്റം തൂക്കാമെന്ന് പറഞ്ഞു. വേണ്ട, നീ കുഞ്ഞുമോൾക്ക് പഠിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു വൈജ. അപ്പം അറിയാം ഞാനെല്ലാം നീറ്റായിട്ടാണ് ചെയ്യുന്നതെന്നല്ലേ. ഇല്ലെങ്കിലേ നിന്നെ ഞാനിവിടെ ഓടിച്ചേനെ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുമോ നമ്മുടെ അലീന. അപ്പോഴാണൊരു ഭിക്ഷക്കാരൻ ചേട്ടൻ അതിലെ വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ ഒന്ന് നോക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 10 രൂപ തരാവോ, ഞാൻ പോയി ഒരു കാലിച്ചായ കുടിക്കട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പൈസ? ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ കുറേ തരാനുണ്ടെന്ന് എന്ന് വൈജ അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ, ഞാനൊരു 10 രൂപയല്ലേ ചോദിച്ചോളൂ, ഇവിടെ അങ്ങനെ ചോദിക്കുമ്പോൾ തരാൻ കാശൊന്നുമില്ല എന്ന് പറഞ്ഞു. ലാസറേട്ടൻ പോ എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ ദേഷ്യപ്പെടുക. അതും പറഞ്ഞ് വൈജ അകത്തേക്ക് കയറിപ്പോയി. വൈജ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ, അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട്. അപ്പോൾ എന്തൊക്കെ തരുമായിരുന്നു എന്നറിയോ, ഇപ്പം എന്നെ കാണുമ്പോഴേ ദേഷ്യമാണ്. വീട്ടിൽ കിട്ടത്തില്ലേ ചായ എന്ന് അലീന ചോദിച്ചു. വീട് എവിടെ, എല്ലാം പോയില്ലേ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ അലീനയോട് പറയണു. അങ്ങനെ അദ്ദേഹം തൻ്റെ കഥയൊക്കെ പറഞ്ഞ് അലീനയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ അതേ ഇഷ്ടം പോലെ സ്ഥലവും അതുപോലെ ഇട്ടുമൂടാൻ പണവും ഉണ്ടായിരുന്നു. കാളവണ്ടി, കച്ചവട പീടിയ, അങ്ങനെ മോട്ടോർ വണ്ടി എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ കഥകളെല്ലാം പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തന്നെ ഇറങ്ങി പോവുകട്ടെ, എന്തൊക്കെയോ പിച്ചുമേയും പറഞ്ഞ്. അപ്പോൾ ചേട്ടൻ അവിടെ നിൽക്കും, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അലീന. എത്ര നേരം വേണമെങ്കിലും ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വരാട്ടോ എന്നും പറഞ്ഞ് അലീന പൈസ എടുക്കാൻ അകത്തേക്ക് കയറി പോയപ്പോൾ, ഇവക്കടെയൊക്കെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണോ ഒരു കാലിച്ചായ്ക്ക് തരാതിരുന്നത്? എല്ലാം ഞാനായിട്ട് വളർത്തി തന്നതല്ലേ, വളർന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ബബിത പഠിത്തമായിട്ട് താഴേക്ക് അവിടെ മുകളിൽ നിലയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ആ സമയത്താണ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ അലീന ചേട്ടന് പൈസ കൊടുക്കുന്ന ഇവള് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും ബബിത ഭയങ്കര കലിപ്പ്. എന്നിട്ട് അലീന എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇവള് നോക്കുക. ഈ സമയത്ത് അത് അതുപോലെ തന്നെ ചെന്ന് അവിടെ കൊളുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അലീന മുറ്റം തൂത്തിട്ട് കയറി വരുന്നത്. അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് കാണിച്ചു കൊടുക്കുക. അവിടെ നിന്നാടി എന്നും പറഞ്ഞുകൊണ്ട് വൈജ തുള്ളി ഉറഞ്ഞു അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ നീ ആ ലാസറിന് പൈസ വല്ലതും കൊടുത്തോ എന്ന് ചോദിച്ചു. ആ കൊടുത്തു എന്ന് പറഞ്ഞു. എത്ര രൂപ? 50. നീയാണോ ഈ വീടിൻ്റെ ഉടമസ്ഥ അതോ ഞാനാണോ എന്ന് ചോദിക്കുമ്പം മാഡം. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുക. എന്നോടല്ലേ ലാസറേട്ടൻ പൈസ ചോദിച്ചത്? അതെ. പൈസ ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞയച്ച ആളെ തിരിച്ച് വിളിച്ച് പൈസ കൊടുത്തപ്പോൾ ഞാൻ ആരായി എന്ന് വൈജ ചോദിക്കാം. മോശക്കാരി ആയില്ലേടി, ഇവിടുത്തെ വേലക്കാരിയേക്കാളും താഴെ ആയില്ലേ, പിശുക്കത്തി ആയില്ലേടി എന്ന് ചോദിച്ചു. മനുഷ്യത്വം ഇല്ലാത്തവളായില്ലേ, ആലുവും ദയവും ഇല്ലാത്തവളായില്ലേടി എന്നൊക്കെ ചോദിച്ചു അതിനോട് ചോദിച്ച വയ്ക്കുക. നീ അങ്ങ് പുണ്യാളത്തിയായി അല്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് അതൊന്ന് പറഞ്ഞേ. ബാലചന്ദ്രൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഇവിടെ.
എന്നും പറഞ്ഞ ബബിത ഇങ്ങനത്തെ തലയാട്ടോ. ചോദിച്ചത് കേട്ടില്ലേടി, നിന്റെ വായ നാക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അത്രയും പ്രായമുള്ള ആളല്ലേ, ഇല്ലാഞ്ഞിട്ടല്ലേ ചോദിക്കുന്നതെന്ന് ചോദിച്ചു അലീന. ഒരു ചായ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണെന്ന് പറയുമ്പോൾ എന്നെ കൊച്ചാക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തല്ലേടി എന്ന് ചോദിച്ചു. ഇവിടുത്തെ കൊച്ചമ്മ അറുത്ത കൈക്ക് ഒപ്പ് തേക്കാത്തവർ, വേലക്കാരി മടിശീല അഴിച്ചിട്ട് കൊടുക്കുന്ന ദാനശീല എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അലീന. മേഡത്തെ കൊച്ചാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് അലീന അന്നേരം ചോദിച്ചു. ആ അപ്പച്ചൻ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് നമ്മുടെ അലീന പറയുക കേട്ടോ. അപ്പോൾ അലീന, ദേ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് ബാലചന്ദ്രൻ അന്നേരം പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുക. പൈസ കൊടുക്കാതെ വൈജയന്തി പറഞ്ഞയച്ച ഒരാളെ തിരിച്ചയച്ച് പൈസ കൊടുത്തു വിട്ടാൽ തീരെ ശരിയായില്ല എന്ന് ബാലചന്ദ്രനും പറയും. അപ്പോൾ ബബിതയ്ക്ക് സന്തോഷമായി. ദേ അവളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് എന്നും പറഞ്ഞു. ഞാൻ തിരിച്ചു വിളിച്ചില്ല, പൈസ എന്നോട് ചോദിച്ചതും ഇല്ല എന്ന് പറഞ്ഞു. ആ ഇനി എന്തായാലും ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്ന് അലീന പറഞ്ഞു കേട്ടോ. ബബിതയ്ക്ക് സന്തോഷമായി. അലീനയ്ക്ക് ഒരു ചീത്ത കേട്ടപ്പോൾ ദയനീയമായിട്ട് അലീന ഇങ്ങനെ വൈജയന്തിയെ നോക്കി ഇങ്ങനെ നിൽക്കുക. സോറി എന്നും വൈജയന്തിയോട് പറഞ്ഞു. പാവമാണല്ലോ എന്ന് തോന്നിയിട്ട് കൊടുത്തതാ, വേറൊന്നും വിചാരിച്ചില്ല എന്നും അലീന പറയുക. സോറി, എൻ്റെ വീടാ ഇത്, ഈ വീട്ടിൽ ഞാനാ നിശ്ചയിക്കുന്നത് ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം, ഇവിടെ വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. അങ്ങനെ അലീനയോട് ഭയങ്കര ഇതായിട്ട് റഫായിട്ട് സംസാരിച്ച് ഈ വൈജി ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ കേട്ട് വിഷമിച്ച് അലീന ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.